അപ്പോൾ ഗൈസ് നമസ്കാരം. അങ്ങനെ രാവിലെ ഇന്ന് 79ാമത്തെ സ്വാതന്ത്ര്യദിനമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ട് അതിൻ്റേതായ തീമിൽ ചെറുതായിട്ട് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വിത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇഡ്ഡലി നമ്മൾ ത്രിവർണ്ണ പതാകേൻ്റെ കളറിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കല. ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇഡ്ഡലിയെല്ലാം ആക്കിയെടുത്തു. സാമ്പാറും കൂട്ടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മോൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ടൊന്ന് ടൗണിലേക്കെല്ലാം ഒന്ന് പോയി. വേറെ ഒന്നിട്ടല്ല, 22-ാം തീയതി മോൻ്റെ 2ാമത്തെ പിറന്നാളാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫോട്ടോഷൂട്ടെല്ലാം ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മുടിയെല്ലാം മുറിച്ച് അങ്ങനെ സുന്ദരനെല്ലാമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാവിലെ ഉച്ചക്കത്തെ ചോറിൻ്റെ സമയം ഉണ്ടായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ചെറിയൊരു ഓംലേറ്റ് ആക്കിയിട്ട് ചോറ് കഴിക്കാൻ പറഞ്ഞപ്പോൾ ചോറും രാവിലത്തെ പോലെ തന്നെ ചോറും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് പോയത് കാപ്പാട് ബീച്ചിലേക്ക്. കാപ്പാട് ബീച്ചിൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് വേറെ ആരല്ല, നമ്മളെ കുടുംബത്തിലുള്ള ഒരു സുഹൃത്ത് തന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കാപ്പാട് ബീച്ചിൽ പോയി. കാപ്പാട് ബീച്ചിനുള്ളിൽ കയറി കുറച്ച് സമയം അവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് കടലിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോനെ വെള്ളം കാണാനും അങ്ങനെ കാക്കേനും പൂച്ചനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊക്കെ നോക്കി കാക്കേനൊക്കെ കണ്ട് കുറച്ച് നേരം പുതിയ ഷൂ ആണ്. അപ്പോൾ ഷൂ എല്ലാവരും കാണിക്കാനുള്ള കളത്തിൽ അങ്ങനെ ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞ നമ്മളെ കുടുംബ സുഹൃത്തുക്കൾ, നമ്മൾ വേറെ ആരല്ല, അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഫോട്ടോൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വഴിയെ ഉണ്ടെന്ന് കാണാം. അപ്പോൾ ജസ്റ്റ് അത് ഇതിൻ്റെ പുറകിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അഭിപ്രായം പറയണേ. ഇതാണ് എൻ്റെ മോൻ്റെ ഫോട്ടോ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം രാത്രിയിലേക്കുള്ള ഭക്ഷണത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നമ്മളെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ദോശയാണെന്ന് വെച്ചു. രാവിലെ ഇഡ്ഡലി കഴിച്ചു, ദോശ ചോറ് കഴിച്ചു, രാത്രി ദോശയാണ് കഴിച്ചു. ദോശ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്തത്. നമ്മൾ ചെറിയ ചെറിയ ഐഡിയയിൽ വരുന്നതാണ്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ലാസ്റ്റ് എഫക്റ്റ് റിസൾട്ട്. ഒരു ദോശയും ദോശ എടുത്തിട്ട് രാത്രിയിലേക്ക് ഭക്ഷണം അങ്ങനെ പറയണേ. എല്ലാവരും പിന്നെ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.